അലക്സ്. ഇത് ഞങ്ങളുടെ വാവ റെയിലിൻ മറിയം അലക്സ്. ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ബാക്കിലൊരു തൂണുണ്ട്. അന്ന് ഇവിടെ വന്ന് നിന്ന് എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. അപ്പം ഞാൻ അതിന് ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഓർക്കക്ഷീണത്തിലാണ് ഞാൻ വന്നത്. അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ്സൊക്കെ കൂടിയ സമയത്താണ് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, എടി നീ എടുക്കുന്ന ഉടമ്പടി? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, അമ്മ തന്നെ എടുത്താൽ മതി, വെറുതെ എടുത്തിട്ട് ഉഴപ്പുന്നതിലും നല്ലത് എടുക്കാതിരിക്കുകയല്ല, കാരണം അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഈ മൂലക്കിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വന്നിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. 2023 ഞങ്ങൾ കാനഡയിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു. അതുകൊണ്ട് എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, ജൂൺ മാസം 2023 ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയത് ഞങ്ങളൊരു കുഞ്ഞിന് പ്രിപ്പയർഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞ് വരും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയെന്ന് ഞാൻ അറിയുന്നത്. ജസ്റ്റ് ഒരു റാൻഡം ചെക്കിൽ ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം അതെൻ്റെ ഇച്ചായൻ്റെ ബർത്ത്ഡേയുടെ, ഇച്ചായെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിലും വലിയൊരു ഗിഫ്റ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ വേദന വന്നു, ബ്ലീഡിങ് ആയി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ കാനഡയിലായത് കാരണം തന്നെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന കാര്യം, ഞാനൊരു നേഴ്സാണ്, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും ഒരു ബോധോടല്ല. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയാലും അതൊരു 5-6 മണിക്കൂർ വെയിറ്റ് ടൈം മിനിമം കഴിഞ്ഞിട്ടേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി, ബ്ലീഡിങ് ആയി. അപ്പം ഞാൻ മെറ്റേണിറ്റി നേഴ്സും കൂടെ ആയത് കാരണം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവരെൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി, ഇതൊരു മിസ്കാരേജിലോട്ടാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തുടങ്ങി. എന്നാലും ഡോക്ടർമാരുള്ളിൽ വിളിച്ചു, ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി വല്ലതും ആണോ, ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടമായിരുന്നു. പിന്നെ അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുക. എനിക്ക് ഒട്ടും നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ആയിട്ട് ഞാൻ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഈ മിസ്കാരേജിൻ്റെ ഇത് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളോട് 1 മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേനെ വിളിച്ചിങ്ങനെ മിസ്കാരേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എടി മമ്മിയുടെ ചേച്ചിയുടെ മോള് പുള്ളിക്കാരിയും പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റിയതുപോലെ ആവരുത്, എനിക്ക് എന്തുകൊണ്ടാണ് പറ്റിയതെന്നും എനിക്കറിയത്തില്ല, ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചേച്ചി സൂക്ഷിക്കണം, കാര്യമായിട്ട് തന്നെ നോക്കണം, വെയിറ്റ് ഒന്നും എടുക്കരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിക്കത് പേടിയായോ എന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ചേച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചേ, ചേച്ചിക്ക് അപ്പടി പേടിയായെന്നാണ് തോന്നുന്നത്, നീ എന്തിനാ പേടിപ്പിക്കാൻ പോയേ, നിനക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ ഓൾറെഡി മറ്റേത് ഞങ്ങളൊരു 2 months ഓൾറെഡി ആയപ്പോഴായിരുന്നു മിസ്കാരേജ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലേ നീ എന്തിനാ 2 months എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ തന്നെ 2 ആഴ്ചയല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഭയങ്കരമായിട്ട് അമ്മേനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കരയാൻ തുടങ്ങി. ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല, ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ ഇച്ചാനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അന്ന്. എൻ്റെ മനസ്സിൽ അന്നേരം ആരോ ഇങ്ങോട്ട് എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുക, നീ എന്തിനാ കരയുന്നത്? അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. അപ്പം എൻ്റെ മനസ്സിലാരോ ഇരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ എന്തിനാ കരയുന്നത്? നിനക്ക് ഞാൻ തന്നിട്ട് പോയൊരമ്മയില്ലേ അവിടെ, നീ അതിനെ വിളിച്ച് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടെങ്കിലും ഞാൻ ജപമാല ഒന്നും ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു.
മാതാവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ജപമാല ചെല്ലാൻ. ഞാനങ്ങനെ ചെല്ലാറില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ ആ മാതാവിനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോട്ടോണ്ട മാതാവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാൻ കരഞ്ഞു. കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഓരോ ഞരമ്പിലും ചോര വന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എന്നോട് ഇച്ചായ വിളിച്ച് പറഞ്ഞു, നീ പേടിക്കണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് സമയമാകുമ്പം മാതാവ് ഈശോയും തരും, നീ പേടിക്കണ്ട എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ മാസം തന്നെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്. എനിക്ക് പകരം ആരോ ഇത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്ത് തന്നെ ആരോ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇച്ചാനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന്. കാരണം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ ആലോചിച്ച് കൊണ്ട് നടിക്കുന്ന കാരണം അങ്ങനെ കണ്ട സ്വപ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും, ഒരു സൺഡേ ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇച്ചായ ബേബി ഓൺ ദ ബോർഡ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പം ഇച്ചായനോട് പറഞ്ഞു, എടി സാരമില്ലടി, നീ സങ്കടപ്പെടാതെ, എനിക്കറിയാം, നമുക്ക് കിട്ടും, മാതാവ് തരും എന്നൊക്കെ, ഈശോ തരും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കരയില്ല. തിങ്കളാഴ്ച എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ. അവിടെ ഒരു റുട്ടീനാണ്, എന്ത് ചെക്കപ്പിന് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാസം പോലും ആകുന്നേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ് നടന്നിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവുന്നൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ സാമ്പിൾ കൊടുക്കുകയെന്ന് പറഞ്ഞു. സാമ്പിൾ കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ ഡോറ് തുറന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ജോസ്ലിൻ കൺഗ്രാജുലേഷൻസ്, യു ആർ പ്രഗ്നൻ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. അമ്മ, എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. അത്രയും സന്തോഷം വന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നു. ഞാൻ പുറത്തിറങ്ങി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചായോ ഞാൻ പിന്നെയും കൺസീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് അത്ഭുതം അവിടെ നടന്നു. കാരണം 1 മാസം തികയുന്നേ ഉള്ളൂ ആദ്യത്തെ മിസ്കാരേജ് സംഭവിച്ചിട്ട്. അപ്പം എന്തായിരുന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് സന്തോഷമായി. തിരിച്ച് ഞങ്ങൾ വന്നു. ആ പ്രഗ്നൻസി ഒരു 9th വീക്ക് ആയപ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും. അന്ന് ഞാൻ വീട്ടിലായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ കൂടെയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിപ്പോയി, ഇതെന്താ ചെയ്യണ്ടേ. പിന്നെ ഞാൻ തന്നെ വണ്ടി വിളിച്ച്, ഊബർ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു. അവിടെ ചെന്ന് രാത്രി ആയത് കാരണം അവർ പോർട്ടബിൾ UST, ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയായിരിക്കും, ബെഡ് സൈഡിൽ അവർ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ജസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ബേബിനെ കാണുന്നില്ല. ഞാൻ പിന്നെയും തകർന്നു പോയി, ദൈവമേ നീ പിന്നെയും തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മെറ്റേണിറ്റി നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഇതെവിടെ എൻ്റെ HCG സ്റ്റിൽ ഹൈ ആയിരുന്നു. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എനിക്കൊരു പ്രതീക്ഷയും വെക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം, ബിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷ്യം കാണുന്നത്. ആ ചേച്ചിയുടെ അനിയനെ തിരിച്ച് മരിച്ചു എന്നുള്ളിടത്തു നിന്ന് ചേച്ചിയുടെ അനിയനെ തിരിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് പകുതി ജീവൻ വീണു. ഒന്നും പറ്റത്തില്ല, മാതാവ് തരും, ഈശോ തരും, ഇതിനെ ഒരു കുഴപ്പവും കൂടാതെ തരും എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ വന്ന് ഇൻറ്റേർണൽ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശ്രൂപമാണ്, വെഞ്ചരിച്ച നമ്മുടെ ഉടമ്പടി കാശ്രൂപമല്ല, സാധാ ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ സ്കാൻ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് മെഷീൻ്റെ സൈഡിൽ കണ്ടു. ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്കാനിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഞാൻ ഇങ്ങനെ കണ്ടു, ഹാർട്ട് ബീറ്റ് 142 എന്നും പറഞ്ഞ് HR എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു, യൂട്രസിൽ അവിടെ എന്തോ ഒരു ഹെമറ്റോമ ഉണ്ടെന്നോ എന്തൊക്കെയുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു, എനിക്ക് എൻ്റെ കൊച്ചിനെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരുന്നു. അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു ദിവസം, അതായത് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആ സ്വപ്നം കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വേറെ ബെഡിൽ ഒരു ചേച്ചി, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാഫ് വന്നിട്ട്, ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലൂ കാർഡ് വെട്ടി ഗേൾ എന്നുള്ളൊരു കാർഡ് എനിക്ക് തരിക, ഗേൾ ബേബി ആന്നുള്ളൊരു കാർഡ്. അപ്പോൾ ഇവർക്ക് അന്നേരം ഒരു 10 വീക്ക് ആയതേ ഉള്ളൂ. അപ്പോൾ 10 വീക്കിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റത്തില്ല പുറത്താണെങ്കിൽ കൂടി. അപ്പം ആ ഒരു 10ാമത്തെ ആഴ്ച തൊട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ വയറ്റിലുള്ളത് ഒരു പെങ്കൊച്ച് തന്നെ. അത് കാരണം ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, ഇവൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പേര് മറിയം എന്നിടും, പേര് കൂട്ടിയിട്ട് ഞങ്ങൾ പേരിടത്തുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവൾക്ക് റെയ്ലിൻ മറിയം അലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിരുന്നൊരു 2ാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ,
ഒരു എക്സാം ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും. വൺ ഓഫ് ദി ടഫസ്റ്റ് നഴ്സിംഗിലെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒന്നാണ് NCLEX-R എന്ന് പറഞ്ഞ എക്സാം. ആ എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അത്രയും ടഫാണ്. അപ്പോൾ ഇവളുണ്ടായി അതിന് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളത് ആകെ 2 വർഷത്തേക്ക് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ അവർ എലിജിബിലിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു കൊല്ലം ഓൾറെഡി ഡെലിവറിയും കാര്യങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പിന്നൊന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എക്സാം എഴുതാം എന്നുള്ള കാര്യത്തിൽ പ്രിപ്പയർഡായി വന്നപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഇരുന്നൊരു അക്കൗണ്ട് ഉണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ഓൾറെഡി എക്സ്പയറി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർഡായി വന്നപ്പോഴത്തേക്ക് ഇത് പോയല്ലോ എന്ന് ഓർത്തപ്പം അപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അപ്പോൾ സങ്കടപ്പെടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നീ ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കുക, അവരെന്തെങ്കിലും പറയുമോ നമുക്കറിയാമല്ലോ. അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അവിടെ എൻ്റെ മെറിറ്റൊന്നും ഇല്ലാഞ്ഞിട്ടും ബൈ ഗോഡ് ഗ്രേസ് ആ അക്കൗണ്ട് എനിക്ക് അവർ റിക്കവറാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ നാട്ടിൽ വന്നു. എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. കൊച്ചുള്ളത് കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞു കൊച്ച് 10 മാസം, അതിന് അമ്മേനെ വേണ്ട സമയമാണ്. അതിനെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ NCLEX-ന് പ്രിപ്പയർ ചെയ്യുന്നത് 4000 ക്വസ്റ്റ്യൻ 3000 ക്വസ്റ്റ്യനൊക്കെ ചെയ്യും. ഞാൻ വെറും 800 സംതിങ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. കാരണം എന്നെക്കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനോട് ചോദിക്കും, മോനെ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, വല്ലതും കിട്ടുമോ പ്രതീക്ഷ, അവരൊക്കെ പ്രതീക്ഷ വെച്ചിട്ടിരിക്കും. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ ഒന്നേ അന്ന് പറഞ്ഞുള്ളൂ, അമ്മ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് കണക്കാ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫെബ്രുവരി 6 മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവാം. ഫെബ്രുവരി 6 ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ 3 സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ എക്സാം എഴുതാൻ പോയി. ഇപ്പോൾ ആ എക്സാമിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു, ഞാനും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അപ്പം ഉപ്പിട്ട് ആ എക്സാമിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപ്പിട്ട് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് എക്സാം എഴുതുന്ന സമയം വരെ ഹാളിൽ വരെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതി. പക്ഷേ എന്നിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. 2026 ജനുവരി 26 മുന്നേ എനിക്ക് NCLEX പാസ്സാവണം. ജനുവരി 26 എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ്. അപ്പോൾ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് പാസ്സാവണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ ഡേറ്റിനുള്ളിൽ പാസ്സാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എക്സാം പാടായിരുന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ഡാഡി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഞാൻ ആദ്യം പറഞ്ഞു എന്നോടൊന്നും ചോദിക്കേണ്ട, പാടായിരുന്നു പരീക്ഷ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഡാഡി പറഞ്ഞു സാരമില്ല പോട്ടെ, ഇതായിരിക്കത്തില്ല നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു. എന്നാലും പിന്നെയും എൻ്റെ ഡാഡി ചോദിക്കുന്നുണ്ട് എത്രാമത്തെ ക്വസ്റ്റ്യനിൽ ഓഫായി. 85ാമത്തെ ക്വസ്റ്റ്യനിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഓഫായി. ജയിച്ചിട്ടാണോ ഓഫായത്, തോറ്റിട്ടാണോ ഓഫായതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് തിരിച്ച് ഞാൻ എയർപോർട്ടിലിരുന്നപ്പം തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ലായിരിക്കും, ചിലപ്പം ഇതിലും വലിയ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണ്ട വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നടക്കുകയുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിണങ്ങിയൊന്നുമില്ല, മാതാവിൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ പൊട്ടബുദ്ധിയിലിരുന്ന് ആലോചിച്ചതാണ്. പക്ഷേ തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ഫോൺ മാറിയപ്പം എനിക്ക് മെയിൽ വരുവാണ്. 2-3 ദിവസം കഴിയേണ്ട മെയിലാണ്. അന്ന് എനിക്ക് മെയിൽ വരുവാണ്, കൺഗ്രാജുലേഷൻസ് ജോസ്ലിൻ, വി ആർ ഇൻഫോമിങ് ദാറ്റ് യു ഹാവ് പാസ് ദ NCLEX-R എക്സാം എന്നും പറഞ്ഞുകൊണ്ട്. അതെൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ വെറും 800 ക്വസ്റ്റ്യൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് ചെയ്തിട്ട് പോയത് മാതാവിൻ്റെ വലിയ അനുഗ്രഹവും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് വലിയൊരു അനുഗ്രഹത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് 2024 എക്സ്പയറി ആയി. അപ്പം അത് എക്സ്പയറി ആയി നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കണമായിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ്, ഇച്ചാൻ്റെ ലൈസൻസ് എനിക്കില്ല, ഇച്ചാൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് പുതുക്കിയില്ല. ഞങ്ങൾ 2024 ആദ്യം വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി പോയി കഴിഞ്ഞ് നമ്മളത് വെക്കുന്നതിന് മുന്നേ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടൊരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് അവർ ലൈസൻസ് പുതുക്കി തരത്തില്ല ഒരു പ്രൊവിൻസും. അപ്പം ഞങ്ങൾക്കത് വരെങ്കിൽ, കാരണം അവിടെ ഒരു ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ നമ്മൾ 2 മണിക്കൂർ ബസ്സിന് ട്രാവൽ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. അപ്പോൾ അത് ഇല്ലാത്ത കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ചാനോട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്,
ഞാൻ പറഞ്ഞു ഒരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കൂടിക്കൊണ്ടിരിക്കാം, ആ സമയത്ത് അച്ഛൻ പോയി അപ്ലൈ ചെയ്തിട്ട് വാ, കിട്ടിയാൽ കിട്ടട്ടെ, അത് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് പോയി ഞാൻ മുട്ടുകുത്തി നിന്ന്